ോണ്ട് ഓപ്പണിംഗ് സീനിൽ നാഗി അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾ അടിച്ചതിനെ തുടർന്ന് ബ്ലൂ ലോക്ക് ടീമിന്റെ പേര് അതിപ്പോ സ്റ്റേഡിയത്തിലുള്ള എല്ലാവരും ഒച്ചത്തിൽ വിളിച്ചു പറയാണ്. ഇവരാരാണ്, ഇങ്ങനെ ഒരു പവർഫുൾ ടീമിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ മുറവിളി കൂട്ടും. നമ്മുടെ ആൾക്കാർക്ക് ഇത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നും. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു അഭിമാനവും കോൺഫിഡൻസും വരും. ഇപ്പോ രണ്ട് ടീമിന്റെയും ഗോൾ അതൊന്നേ ഒന്നില് സമാസമമായിട്ട് നിൽക്കുകയാണ്. ഇസാക്കിയും ചിഗിരിയും ആണെങ്കിൽ ഇപ്പോ നാഗിയുടെ ബോഡിയിലേക്ക് ചാടി വീഴും. അവൻ കൈയൊക്കെ ഉയർത്തി ഒരല്പം മേലൊക്കെ നിൽക്കും. അവനാണെങ്കിൽ അത് കുറച്ച് ക്രിഞ്ച് ഫീലൊക്കെ കൊടുക്കും. അതേസമയം ഇവിടെ മാനേജർ ആളാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തില് പല്ല് കടിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആള് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈഗോയുടെ അസിസ്റ്റന്റിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഇപ്പോഴാണ് അവരുടെ സ്ട്രാറ്റജി അത് വർക്കായത്. ഇപ്പോഴാണെങ്കിൽ ഈഗോയോട് പറയും, നിങ്ങളല്ലേ പറഞ്ഞത് നമ്മുടെ സ്ട്രാറ്റജി അത് വർക്കാവില്ല എന്ന്. ഇപ്പൊ അവര് അതേ സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഗോൾ അടിച്ചത്. അവര് കറക്റ്റ് സമയത്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചു. അതിന് ഈഗോ അവൻ ചിരിക്കും. ആക്ച്വലി ഈ അവരുടെ ഗോള് മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഒരു തുടക്കം മുതൽ ഈ സമയം വരെ നമ്മുടെ സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിച്ചു കൊണ്ടേയിരുന്നത്. റിൻ അവൻ ബോൾ എടുത്ത് കുതിക്കുമ്പോൾ അവനെ തന്നെ ഇംപ്രവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ സെലക്ട് ചെയ്ത 11 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും അവർക്കെങ്ങനെ അവരെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. പക്ഷേ ഇത് വെറും ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഒരു ഡീമനെ അറ്റാക്ക് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നു. പക്ഷെ അവരുടെ സ്ട്രാറ്റജീസ് അത് ആ കറക്റ്റ് സമയത്ത് ഒരുപക്ഷെ സ്യൂട്ടായെന്ന് വരില്ല. വിഡ്ഢികളാണെങ്കിൽ അവരുടെ പ്ലാൻ അത് ഫെയിലായി എന്നറിയുമ്പോൾ തന്നെ അവര് തോറ്റു പിന്മാറും. എന്നാൽ ബുദ്ധിമാന്മാർ ഒരിക്കലും തോൽവി ഏറ്റുവാങ്ങില്ല. അവർ തോറ്റെടുത്ത് നിന്ന് ജയിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. സോ ജയം മാത്രം ലക്ഷ്യമാക്കുന്ന, ജയത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത 11 പേരെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ലിസ്റ്റായിട്ടുള്ള ഒരാൾ പോലും ടീമിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഫിൽട്ടർ ചെയ്ത് ഈഗോ ഉള്ള 11 പേരെ ടീമിലേക്ക് കഷ്ടപ്പെട്ട് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്നത്. ഈഗോ ഉള്ളവർക്ക് മാത്രമേ ജയിക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്പോട്ടായിട്ട് ഇംപ്രൂവ് ചെയ്ത് ആക്ഷൻ വളരെ വേഗം നടപ്പിലാക്കാനായിട്ട് കഴിയൂ. റിന്നാണെങ്കിൽ ഇവിടെ നമ്മൾ റിന്നിന്റെ പെർഫോമൻസ് കണ്ടതും അത്തരത്തിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ്. അവന്റെ ഞൊടിയിടയിലുള്ള പ്ലാനും ആ ഗോളും അതെല്ലാം ബാക്കിയുള്ളവർക്ക് വലിയൊരു സപ്പോർട്ടും സെൽഫ് ഈഗോയും വളർത്തി തങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അത് മാറി. അതുകൊണ്ടാണ് ഹീറോ ഇസുക്കി അവനും ഇപ്പൊ കുറെ കൂടെ നല്ല ഫോമില് കളിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെ കാണിക്കും. അവന്റെ അടുത്തേക്ക് ചികിരി വന്ന്, വായോ നമുക്ക് എത്രയും വേഗം ഒരു ഗോള് അത് നമ്മുടെ വകയിൽ അടിക്കണം എന്ന് പറയും. ഹീറോ ആണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. ഓപ്പണൻസിന്റെ അവരുടെ ഫോർമേഷൻ തകർത്ത് ഇത്രയും കാലം ഉപയോഗിച്ച ആ പ്രാക്ടീസിങ് എബിലിറ്റി അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നേരത്തെ ഒരു ഗോള് റിന്നിന് സാധ്യമായത്. ഞാനും അതുപോലെ തന്നെ ഇനി ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ പതിയെ കളിക്കാനായിട്ട് തുടങ്ങും. ഹീറോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് റിന്നിന്റെ അടുത്തേക്ക് വന്ന് അവനെ അഭിനന്ദിക്കും. അതിനവൻ പറയും, എനിക്കറിയാം നിന്റെ മനസ്സിലെ ഈഗോയും ഇപ്പൊ വളർന്നു വന്നുവെന്ന്. കാരണം ഞാൻ ബോള് അതൊരു ഗോളാക്കാൻ ശ്രമിക്കുമ്പോൾ നീയും എൻ്റെ ഒപ്പം തന്നെ അതൊരു ഗോളാക്കി മാറ്റാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പെനാൽറ്റി മോഡിലേക്ക് വന്ന സമയം നീ സ്പ്ലിറ്റായി പോയത് ഞാൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു. അതിന് ഹീറോ ചോദിക്കും, അതൊരു തെറ്റാണോ? അതിനവൻ ചിരിച്ച് ഇപ്പൊ മറുപടി പറയും, ഒരിക്കലുമല്ല. ആക്ച്വലി നമ്മുടെ ഈ കോർഡിനേഷൻ ഇല്ലായ്മ അതാണ് നമ്മുടെ പവർ. സെൽഫായിട്ട് ഗോൾ അടിക്കണം എന്ന ഈഗോയും ഗ്രീഡിനെസ്സും അത് രണ്ടും നമ്മളെ കൂടുതൽ പവറാക്കും, ഈ ഗെയിമിൽ ജയിക്കാനായിട്ട് സഹായിക്കും. അത് കേൾക്കുമ്പോൾ ഹീറോയുടെ കോൺഫിഡൻസ് ഡബിൾ ആവും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സ്കോർ ബോർഡിൽ ഇപ്പൊ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 1-1 എന്ന ഗോളിൽ തന്നെയാണ് നിൽക്കുക. മാച്ച് ആണെങ്കിൽ വീണ്ടും ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്തവണ ബോൾ ഉള്ളത് സായിയുടെ കയ്യിലാണ്. റിൻ അങ്ങനെ ഓടി വന്ന് സായിയെ ഡയറക്റ്റ് ആയിട്ട് വെല്ലുവിളിക്കും. ഈ കളിയിൽ ഞാൻ നിന്നെ തോൽപ്പിക്കും, ഈ ബോൾ ഞാൻ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് സായിയുടെ കയ്യിൽ നിന്ന് അവൻ ആ ബോൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അവന് ഹെൽപ്പായിട്ട് നമ്മുടെ ഹീറോ ഇത്തോഷി അവനും അവിടേക്ക് വരും. അതിന് റിൻ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മാറി നിൽക്ക്, ഇത് ചേട്ടന്റെയും അനുജന്റെയും തമ്മിലുള്ള പോരാട്ടമാണ്. ഐക്യോ ആണെങ്കിൽ അവരെ പരിഹസിക്കും. നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ഇവിടെയല്ല, വീട്ടിൽ വെച്ച് വേണം തീർക്കാൻ. ആ ഗ്യാപ്പിൽ സായി അവൻ ആ ബോൾ തട്ടി ഇപ്പോ ഓൾമോസ്റ്റ് പോസ്റ്റിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ബ്ലൂ ടീമിലുള്ള ഒരു ചപ്പർത്തലേനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ഈഗോ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. നിന്നെ ഞാൻ സെലക്ട് ചെയ്തത് നിന്റെ ഫീൽഡ് വിഷൻ അത് യൂട്ടിലൈസ് ചെയ്യാനാണ്. നിനക്ക് ഫീൽഡിനെ മുഴുവനായിട്ടും മനസ്സിലാക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ചപ്പർത്തലേൻ ഒറ്റക്കണ്ണൻ അവനാണെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും പൊസിഷൻ അത് കറക്റ്റായിട്ട് അനാലിസിസ് ചെയ്യും. ഈ സമയം സായി ബോൾ ഇപ്പോ ഷൂട്ടായുടെ പക്കലേക്ക് തട്ടിത്തെറിപ്പിക്കും. അത് കണ്ട
അപ്പുറത്തലേൻ ഒറ്റക്കണ്ണൻ അവനിപ്പോ അവന് നേരെ പാഞ്ഞടുക്കും. അപ്പുറത്തലേനാണെങ്കിൽ ആ ബോള് കരാസുവിന് നേരെ തട്ടിത്തെറിപ്പിക്കും. കരാസു കറക്റ്റ് ആയിട്ട് അത് കാലിൽ ക്യാച്ച് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടുകയാണ്. അണ്ടർ 20 ഡിഫൻസ് അവരാണെങ്കിൽ ഇപ്പൊ പവറായിട്ട് നിൽക്കുകയാണ്. അവരാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിച്ച് ഇപ്പോ നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന ഒട്ടോയ്ക്ക് ആ ബോൾ പാസ് ചെയ്യാണ്. അത് കണ്ട് ഡറായി ആണെങ്കിൽ അവന്റെ മുൻപിലേക്ക് അവനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് വരികയാണ്. ഉടനെ ഒട്ടായി അവൻ വീണ്ടും ആ ബോള് കരാസുവിന് തന്നെ പാസ് ചെയ്യും. കരാസു ആണെങ്കിൽ അല്പദൂരം ആ ബോളുമായിട്ട് മുൻപോട്ടേക്ക് ഓടി ഒട്ടോയ്ക്ക് തന്നെ പാസ് ചെയ്യാണ്. ഡറായി ആണെങ്കിൽ ഒട്ടോയുടെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പൊ അതേസമയം ഐക്യു അവനിപ്പോ ഒട്ടോയ്ക്ക് വലിയൊരു ഡിഫൻഡർ ആയിട്ട് മുൻപിലേക്ക് ചാടി വീഴും. ഐക്യു ആണെങ്കിൽ ഒരു പാമ്പിനെ പോലെ അങ്ങനെ നിൽക്കുകയാണ്. എന്നെ വെട്ടിച്ച് നിനക്കിനി പോകാൻ കഴിയില്ല. അവൻ എത്രത്തോളം പവർഫുൾ ആണെന്ന് ഒട്ടോയ്ക്ക് അറിയാം. പക്ഷെ അപ്പോഴേക്കും അവരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുടിയൻ ചിഗിരി അവനിപ്പോ ആ ബോൾ ഈസി ആയിട്ട് കൈക്കലാക്കി മുൻപോട്ടേക്ക് കുതിക്കും. ചിഗിരിയുടെ തൊട്ട് പിന്നാലെ ഐക്യു ഓടി വരികയാണ്. ചിഗിരിക്ക് നന്നായിട്ട് അറിയാം അവരുടെ ടീമിൽ വെച്ച് ഏറ്റവും പവർഫുൾ ഐക്യു ആണ്. പക്ഷേ സിംഗിൾ സ്ട്രെച്ച് റൈറ്റ് വിങ് എന്നുള്ള പവർ അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവൻ ക്ഷണവേഗത്തിൽ ബോളുമായിട്ട് കുതിക്കും. അവനാണെങ്കിൽ ചുറ്റും നോക്കും. അവന്റെ തൊട്ടു മുൻപിൽ ഇനി അവശേഷിക്കുന്നത് കരാസു മാത്രമാണ്. വേറെ വഴിയില്ല. ബോൾ അവന് കൊടുത്തേ മതിയാവെന്ന് പറഞ്ഞ് ബോൾ അവന് നേരെ തട്ടും. പക്ഷെ അപ്പോഴേക്ക് ഇട്ടോയി അവൻ ആ ബോള് ഇടയിലൂടെ ഓടി വന്ന് മുകളിലേക്ക് ആഞ്ഞടിക്കും. ഉയർന്നു പൊങ്ങിയ ബോളാണെങ്കിൽ ഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ റിന്നിന്റെ കാലിൽ ഉടക്കും. അത് കണ്ട ഐക്യു അവന്റെ മുൻപിലേക്ക് വരും. ഐക്യുവിന് മനസ്സിലാവും അവർ കരുതിയതുപോലെ ഇവരൊരു വേസ്റ്റ് ആയ ടീമല്ല, ഇവർക്കും നല്ല പവറുണ്ട്. റിന്നാണെങ്കിൽ ചുറ്റും നോക്കും. അവന്റെ തൊട്ടടുത്തേക്ക് ഹീറോ ടോഷി അവൻ എത്തിക്കഴിഞ്ഞു. സോ ഇനി അവന് പാസ് ചെയ്യുക അല്ലാതെ വേറെ വഴി മുൻപിലില്ല. പക്ഷെ റിന്നാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ തീരുമാനം മാറ്റാണ്. എനിക്ക് ഒരു ഗോൾ അടിക്കണം. റിന്ന് ഒരു റൈറ്റ് ലെഗ് പ്ലെയർ ആണ്. പക്ഷെ ബോള് അവന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. റിന്നാണെങ്കിൽ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഞൊട്ടിയിടയിൽ ഇപ്പം ആ ബോള് റൈറ്റിലേക്ക് കൊണ്ടുവന്ന് ആഞ്ഞൊരു അടി. ബോൾ അങ്ങനെ സ്പിൻ ചെയ്ത് ഇപ്പം ആ ഗോളി പോസ്റ്റിലേക്ക് കറക്റ്റായിട്ട് വീഴുകയാണ്. അടുത്ത ഗോളും നമ്മുടെ ടീം സ്വന്തമാക്കി കഴിഞ്ഞു. എല്ലാവരുടെയും പ്രതീക്ഷകൾ കാറ്റിൽ പറപ്പിച്ചാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ടീം അങ്ങനെ മുൻപോട്ടേക്ക് കയറി വരുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വലിയ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ റിന്നിന്റെ ദേഹത്തേക്ക് എടുത്തു ചാടും. പക്ഷെ റിന്നാണെങ്കിൽ ഈസായിട്ട് അങ്ങനെ തെന്നി മാറുകയാണ്. റിന്ന് അങ്ങനെ നിലത്ത് അടിച്ചു വീഴും. ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആരവം. ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് ബ്രില്യന്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു ടീമിനെ അവരാദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനൊരു ടീം ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ അവർ പരസ്പരം ചോദിക്കുകയാണ്. ഓപ്പണന്റ് ടീംസ് ആണെങ്കിൽ ആകെ കൺഫ്യൂഷനിലാണ്. കാരണം അവർ ഈ മാച്ചിൽ തോറ്റുപോയ ബ്ലൂലോക്ക് ആയിരിക്കും പിന്നീട് U20 ആവാനായിട്ട് പോകുന്നത്. ഐക്യു ആണെങ്കിൽ അവന്റെ ടീമിലുള്ള എല്ലാവരെയും ചേർത്ത് വിളിക്കും. കമോൺ ഗായ്സ്, ഇതാണ് നമ്മുടെ ടൈം. ഫസ്റ്റ് ഹാഫ് അവസാനിക്കാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് നമ്മുടെ നിമിഷങ്ങളാണ്. ടീമിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്ത് ചരിത്രം അത് നമ്മൾ മാറ്റി കുറിക്കണം. അങ്ങനെ കട്ട് ചെയ്ത മാച്ച് റീസ്റ്റാർട്ട് ആവും. ഇത്തവണ U20 ആണെങ്കിൽ ഒരുപാട് ഡിഫൻഡേഴ്സിനെ ഇറക്കിയിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ പക്കായിട്ട് അതാരൊക്കെയാണെന്ന് തിരിച്ചറിയും. ബ്ലൂ ലോക്ക് ആണെങ്കിൽ ഉടനെ അവരുടെ ഡിഫൻസീവ് ഫോർമേഷൻ അതിലേക്ക് മാറി അവർ നാഗിയെ മാത്രം അവോയ്ഡ് ചെയ്ത് ഇപ്പൊ എല്ലാവരും ചേർന്ന് ഡിഫൻസിന് നിൽക്കുകയാണ്. അതേസമയം U20 പ്ലെയർ ഇപ്പോൾ ഒരു ഗോൾ അടിക്കാനായി ഷൂട്ട് ചെയ്യും. ഗഗമാരു ആണെങ്കിൽ അത് തടയാനായിട്ട് അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. ബോൾ അവന്റെ കൈ തട്ടിത്തെറിച്ച് പോവാണ്. പക്ഷെ ഇത്തോഷി അത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്ത് സായി ഇത്തോഷി അവൻ കറക്റ്റ് ആയിട്ട് അത് ക്യാച്ച് ചെയ്ത് ബോളുമായിട്ട് മുൻപോട്ടേക്ക് പോകും. ഇസാക്കിയും അച്ചറോയും അവന്റെ മുൻപിലേക്ക് വരും. പക്ഷെ അവൻ ചെറുതായിട്ട് ഫ്ലിപ്പ് അടിച്ച് അങ്ങനെ കർവ് അടിച്ച് സായി ഇത്തോഷി ആണെങ്കിൽ ആ ബോൾ എടുക്കാനായി പാഞ്ഞു വരും. പക്ഷെ അപ്പോഴേക്കും റിന്ന് അവൻ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ റിന്നിനെ തട്ടി മാറ്റി സായി ഗോൾ പോസ്റ്റിന് ലക്ഷ്യമാക്കി ആ ബോള് ആഞ്ഞു തട്ടും. പക്ഷെ കറക്റ്റായിട്ട് അറിയൂ അവനാണെങ്കിൽ ആ ബോൾ തട്ടി താഴെ ഇടുന്നതോട് കൂടെ ഫസ്റ്റ് ഹാഫ് അത് അവസാനിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.